ടോൾ പ്ലാസിന്റെ വർക്ക് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും കണ്ട പോലെയല്ല, ചിലവിടെയാണ് കൂടുതൽ വർക്കുകൾ നടക്കുന്നത്. മുക്കാളി ഭാഗത്തേനെ കണ്ടില്ലേ വർക്ക്, ആ ഭാഗത്താണ് പൊട്ടി വീണത്. അത്രയും ഭാഗങ്ങൾ വിട്ടുപോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന്. NH66ന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് അഴിയൂർ കുഞ്ഞിപ്പള്ളി ഭാഗത്താണ്. കുഞ്ഞിപ്പള്ളി വന്നിട്ടുള്ള അണ്ടർപാസ് ആണ് ഈ കാണുന്നത്. അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ അണ്ടർപാസിന്റെ നേരെ ഉൾവശത്തേക്ക് പോവാം. ഉൾവശത്തൊക്കെ വർക്ക് കഴിഞ്ഞ ഭാഗത്തൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ഷീറ്റുകളൊക്കെ എടുത്ത് അതേപോലെ തന്നെ ഇനി ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഒരുപാട് വർക്കുകളുണ്ട്. അപ്പോൾ പാനൂര് ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ വന്നിട്ടുള്ളത്, അണ്ടർപാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ ചോമ്പാല ഭാഗത്തേക്കാണ് പോകുന്നത്. ചോമ്പാല ഭാഗത്താണ് ടോൾ പാസ് ഒക്കെ വരുന്നത്. ആ ഭാഗത്തേക്കാണ് നമുക്ക് ഇനി പോയി നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ എത്രത്തോളം മണ്ണ് ഫില്ലിംഗ് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. കാണാം, നമുക്ക് ഇതിന് മുകൾ വശത്തൊക്കെ ക്രാഷ് ബാരിയറിന്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. കൂടാതെ നമുക്ക് ചോറോഡ് ഭാഗത്ത് വർക്കുകൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള നാദാപുരം റോഡ് ഭാഗത്ത് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്ത് നിർത്തി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞ് അതിന്റെ മുൻവശത്തേക്ക് വന്നിട്ടുണ്ട്. മുകൾ വശത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച, അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ വന്ന സമയത്തൊക്കെ ഇവിടെ മണ്ണ് ലെവൽ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ വളരെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാണാം, ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്രഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മെഷീൻ ഉപയോഗിച്ചായിരിക്കും ഇവിടെ ക്രഷ് ബാരിയർ ചെയ്യുക. ഇവിടെ സെൻറ്ററിൽ ക്രഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ള കമ്പികൾ ഒരുക്കിയത് ഇവിടെ കാണാം. അത്രയും ഭാഗത്തുനിന്ന് അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ആ ഭാഗത്തുനിന്ന് ഇവിടം വരെ, ഈ ഭാഗത്തെ വരെ ഇപ്പൊ കമ്പി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് സൈഡിൽ വരുന്ന ക്രഷ് ബാരിയറിന്. ഇനി ഇതാ ബാക്കിയുള്ള ഭാഗത്തേക്കുള്ള കമ്പിയൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. വലിയ മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് തൊട്ട് മുൻവശത്താണ് ഇവിടെ വരുന്ന ടോൾ പ്ലാസ വരുന്നത്. അതിന്റെ ഒരു വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് അടുത്ത് പോയി നോക്കാം. അപ്പൊ ഇവിടെയും കോഴിക്കോട് ഭാഗത്തും ടോൾ പ്ലാസകൾ വരുന്നത് ഫുള്ളായിട്ടുള്ള റോട്ടിലല്ല, ഒരു സൈഡിലുള്ള വൺ സൈഡിലാണ് ഒരു സൈഡിൽ വരുന്നത്. കുറച്ച് മുൻവശത്ത് പോയിട്ടാണ് അടുത്ത സൈഡിലുള്ള ടോൾ പ്ലാസ വരുന്നത്. അപ്പൊ രണ്ട് സൈഡിലായിട്ട് അങ്ങനെയാണ് ടോൾ പ്ലാസ വരുന്നത്. അപ്പൊ അതിന്റെ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിന്റെ മുകളിലുള്ള വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ബാക്കിയുള്ള ഭാഗത്തുള്ള വർക്കുകളൊക്കെ, ഷീറ്റ് വർക്ക് അല്ലാത്ത ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ കാണാം നമുക്ക് കോൺക്രീറ്റ് ഇട്ട് ഒരു ഭാഗങ്ങള്. അപ്പൊ അതിന് ഈ ടോള് വരുന്ന ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യാറില്ലേ, അതുപോലുള്ള ഭാഗങ്ങൾ തുടക്കമിട്ടിട്ടുണ്ട് ഇവിടുന്ന്. അപ്പൊ ഇവിടെയൊക്കെ കുറെ വാഹനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിർത്തി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കാണുന്നുണ്ട്. കുറച്ച് വീതി കൂടിയ സ്ഥലമാണ്, അതുകൊണ്ട് വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ക്രാഷ് ബാരിയറുകളൊക്കെ വെച്ചുകാണ്ട് റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിവൈഡറുകളൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടോൾ പ്ലാസിന്റെ വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് പോയി നോക്കാം. എത്രത്തോളം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് പോയി നോക്കാം. അപ്പൊ ഞാൻ ടോൾ പ്ലാസിന്റെ വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാം കുറെ ഇരുമ്പിന്റെ ഫില്ലറുകളൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഇത് കൊണ്ടാണ് ഇവിടെയുള്ള ഇങ്ങനെയുള്ള ടോൾ പ്ലാസിന്റെ വർക്ക് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും കണ്ട പോലെയല്ല, ചില ഭാഗത്തൊക്കെ തൃശ്ശൂര് നാട്ടിക ഭാഗത്തൊക്കെ വന്നിട്ടുള്ളത് വേറൊരു സിമെന്റിന്റെ ഫില്ലറൊക്കെ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് വാർപ്പൊക്കെ ഇട്ടിട്ടുള്ള ടൈപ്പിലാണ്. അതുപോലെ ഈ നമ്മുടെ വെട്ടിച്ചിറ മലപ്പുറം ഭാഗത്ത് കണ്ടിട്ടുള്ളത് ഇതുപോലുള്ള ഇരുമ്പിന്റെ ഷീറ്റുകളൊക്കെ കൊടുത്ത് കാലുകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനിലാണ്. അപ്പൊ കോഴിക്കോട് ബൈപ്പാസിൽ വന്നിട്ടുള്ളത് വേറൊരു ഡിസൈനിൽ. അങ്ങനെ ഓരോ ഭാഗത്തും വ്യത്യസ്തമായ ഡിസൈനിലുള്ള വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 1, 2, 3, 4 ട്രാക്കുകളായിട്ടുള്ള ഭാഗത്ത് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ട്രാക്കുകളൊക്കെ തിരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റുകൾ, കാലുകൾ, സിഗ്നലുകൾ, എല്ലാവിധ വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇവിടെ തുടക്കമിട്ടിട്ടുണ്ട്. അത് ആ സൈഡിൽ 3 ലൈനിന്റെ ട്രാക്ക് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾക്ക് ഇതായിരിക്കും. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾക്ക് വേറെ അവിടെ ആ സൈഡിൽ ഇതുപോലെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ആ ഭാഗത്തേക്കാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് കാണാം. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവരെ സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള കോട്ടേഴ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ജനൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ എൻഡ് ഭാഗത്ത് ചെയ്യുന്ന ഒരു കോൺക്രീറ്റ് ചെയ്ത ഒരു ഭാഗം ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്ത് കാണുന്നുണ്ട്. അടിപൊളിയായിട്ട് വർക്കുകൾ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇതാ ടോയ്ലറ്റിന്റെ കുഴിയാണെന്ന് തോന്നുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കുഴി എടുത്താണ് തോന്നുന്നത്. ഇവിടെ കാണാം, ഇവിടെ വെള്ളത്തിനുള്ള പൈപ്പ് കാര്യങ്ങൾ അതെല്ലാം സെറ്റാണ്. ഇതെന്ത് റൂമാണെന്ന് അറിയില്ല. ഇതിനും എല്ലാം ഇതിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെയുള്ള ഇതിന്റെ പുറകുവശം വരുമ്പോൾ ഇങ്ങനെയാണ്. ഇതാ ടോയ്ലറ്റിനുള്ള പൈപ്പുകൾ തന്നെയാണ് തോന്നുന്നത്. ഇതാ ഈ കുഴിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ. ഒരു സൈഡിലുള്ള ടോൾ പ്ലാസന്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെയാണ് ഇനി പോകാനുള്ളത്. അപ്പൊ ഇവിടെ ഉള്ള കൂടെ നോക്കാം. ഇവിടെ ഈ ഭാഗത്ത് ഇനി ചെയ്യേണ്ട വർക്കുകൾ പൈപ്പ് ചെയ്യാനുള്ളതാണ്. പൈപ്പ് ചെയ്ത് ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ വയറിങ് ചെയ്യുന്ന പോലുള്ള പൈപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ചെയ്ത ഭാഗങ്ങൾ ഇതാ ഇങ്ങനെ ടാപ്പൊക്കെ ഒട്ടിച്ച് ക്ലിയർ ആക്കി വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് ടോയ്ലറ്റ് തോന്നുന്നത്. ടോയ്ലറ്റിന് ടൈലൊക്കെ ഒട്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. അടിപൊളിയായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. സെൻസറാണ് ഇത്. സെൻസറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഷീറ്റ് വർക്ക് പോലുള്ള ഒരു സംഭവമാണത്. അതിൽ വെള്ളം നിർത്തിയിട്ട് അതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ അതിൻ്റെ പ്രസ്സിങ് വരുമ്പോഴാണ് അതിൻ്റെ സെൻസറൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റ് ആണോ? ടോയ്ലറ്റാ? ടോയ്ലറ്റാണ്. അതിൻ്റെ ടൈല് വർക്കൊക്കെയാണ് നടക്കുന്നത്. അടിപൊളിയായിട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് ക്രാഷ് ബാരിയർ ഒക്കെ വെച്ച് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ വലിയൊരു ടോൾ പ്ലാസ അല്ല, ചെറിയൊരു ടോൾ പ്ലാസ ആണ് വരുന്നത്. അതിന്റെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് അതിനുപയോഗിക്കുന്ന ഓരോ ഇരുമ്പിന്റെ തൂണുകൾ ഫില്ലർ വർക്ക് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ ഷീറ്റ് ഇട്ട്, അങ്ങനെ ചിലത് ഇതിന്റെ മുകളിൽ തന്നെ വാർപ്പും ചെയ്യാറുണ്ട്. നമ്മുടെ വെട്ടിച്ചിറ ഭാഗത്ത്, മലപ്പുറം വെട്ടിച്ചിറ ഭാഗത്ത് ഇതിന്റെ മുകളിൽ വാർപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാർക്കുന്ന രീതിയിൽ ചെയ്യുന്നതിനാണ്. അത്രയും സ്ട്രോങ് ആയ ഇരുമ്പിന്റെ തൂണുകളാണ്. ഇതാണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ റെഡിയാണ്. ഇനി എടുത്ത് ഫിറ്റ് ചെയ്യുന്ന വർക്കുകൾ മാത്രമാണുള്ളത്. അപ്പൊ ഇവിടെ കുറച്ച് വീതിയൊക്കെ കൂടുതൽ ഉള്ളതുകൊണ്ട് ഹൈവേയിൽ വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. കുറെ വാഹനങ്ങൾ ഹൈവേയിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള റെസ്റ്റ് ഏരിയകൾ വളരെ കുറവാണ്. പഴയ റോട്ടിലൊക്കെയാണ്. ഇപ്പോൾ പുതിയ ഹൈവേ വന്നപ്പോൾ പഴയ റോട്ടിൽ കുറെ വളവുകളും ജംഗ്ഷനുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഇങ്ങനെയുള്ള വലിയ ലോറിക്കാരൊക്കെ ഇപ്പം നിർത്തുന്നത്. അപ്പോൾ റെസ്റ്റ് ഏരിയകൾ ഉണ്ടെങ്കിലും വളരെ കുറഞ്ഞതാണ്. എത്രത്തോളം വാഹനങ്ങൾ നിൽക്കാനുള്ള ഒരു സീറ്റ്, ഇത്രയും ലോഡ് നിൽക്കാനുള്ള വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭാവിയിലേക്ക് ശരിയാവുമായിരിക്കാം. അപ്പം നമുക്കിനി അടുത്ത ടോൾ പ്ലാസന്റെ വർക്ക് നടക്കുന്ന ആ ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പം ഞാൻ അടുത്ത ടോൾ പ്ലാസന്റെ വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ ഒരു ബിൽഡിങ്ങിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ആദ്യത്തെ കണ്ടതിൻ്റെ അത്രയും ആയിട്ടില്ല വർക്ക്. ഇവിടെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ചെയ്തു കൊണ്ടുവരുന്നുണ്ടോ. ഇവിടെ സിഗ്നൽ ലൈറ്റിന്റെ ഭാഗങ്ങൾ വെച്ചിട്ടുണ്ട്. അതേപോലെ അവിടെ ഒരു ഫില്ലർ പോലുള്ള ഒരു ഭാഗം വാർത്ത് വരുന്നുണ്ട്. ഇതാ കുറെ പൈപ്പ് കാര്യങ്ങൾ ഒക്കെ, ഇതാ സിഗ്നലിന് വേണ്ടിയുള്ള തൂണിന്റെ എല്ലാ കാര്യങ്ങളും, കുറെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കോൺക്രീറ്റ് വാർത്ത് ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ട്രാക്കുകളൊക്കെ റെഡിയാണ്. 1, 2, 3, 4, 5 ട്രാക്കുകൾ ഇവിടെയുണ്ട്. അതിനു വേണ്ടിയുള്ള വയറിങ്, മറ്റുള്ള കാര്യങ്ങൾ, സെൻസർ കാര്യങ്ങൾ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഓരോ ഭാഗത്തേക്ക് പ്രത്യേകം കട്ട് ചെയ്ത് വളച്ച് ബെൻഡാക്കി എടുത്ത കമ്പികളൊക്കെ കാണാം. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിന്റെ അടുത്ത് തന്നെയാണ് അത് വരുന്നത്. അതിന്റെ മുന്നിൽ തന്നെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് ആളുകൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടെ പറ്റും തോന്നില്ല കേട്ടോ. അതൊക്കെ ബ്ലോക്ക് ആവാൻ സാധ്യത ഉണ്ട്. ഇപ്പം റോഡിന്റെ സെന്ററിലൊക്കെ ഇട്ടിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ ജനറേറ്ററും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്കേഴ്സിനൊന്നും ഇവിടെ കാണുന്നില്ല. ബിൽഡിംഗ് ഒക്കെ കുറെ ചെയ്യുന്ന
സംഭവമൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. അല്ല, സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. വർക്കേഴ്സിനെ കാണുന്നില്ല. എന്താ അറിയില്ല, ഇനി വെയിലായിട്ട് ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റിലായിരിക്കും ചിലപ്പോൾ. ഇവിടെ കാണാൻ നമുക്ക് ബെൽഡ് ചെയ്ത് എടുക്കുന്ന ഈ വർക്കാണ് ഇപ്പം ഇവിടെ നടക്കുന്നത് തോന്നുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സെൻസർ. ഇതൊരു പ്രത്യേക രീതിയിൽ ബെൻഡ് ചെയ്ത് എടുക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഈ വെള്ളം എങ്ങനെയൊക്കെയോ എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ അവിടെ നിന്ന് കണ്ടത് പറയാണ് നിങ്ങൾക്ക്. ഇതാ എങ്ങനെയാണെന്ന് ഇതിൻ്റെ ശരിക്കുള്ള ടെക്നോളജി എനിക്കറിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സെൻസറൊക്കെ കൊടുത്തിട്ട് വെള്ളം നിറച്ചിട്ട് അതിൽ എയർ പമ്പ് ചെയ്യുമ്പോൾ വാഹനങ്ങൾ പോകുന്ന അതിൻ്റെ പ്രസ്സിങ് അറിയാൻ വേണ്ടിയിട്ടുള്ളൊക്കെ എന്തൊരു സെൻസർ രീതിയാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം ഇത്രയും ഭാഗത്ത് ഇവിടെയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് മുകളിലേക്കുള്ള ഇതാ സ്ട്രക്ചർ വർക്കിന് വേണ്ടിയിട്ടുള്ള ഇരുമ്പുകൾ, എല്ലാ തൂണുകളൊക്കെ കുറച്ചുകൂടെ വണ്ണം കൂടിയ തൂണുകളാണ്. ഈ സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബിൽഡിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കാണാം കുറേ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. വെൽഡിങ് ചെയ്യുന്ന വർക്കേഴ്സിനെ മാത്രമേ കാണാത്തുള്ളൂ. വർക്കൊക്കെ പകുതിയാക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചോമ്പാല ഭാഗത്ത് എന്നിട്ടുള്ളത്. ചോമ്പാല മുക്കാളി, കറക്റ്റ് പേര് അതാണ്. ഇങ്ങോട്ട് ചോമ്പാല മുക്കാളി. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം. നാദാപുരം റോഡ് ആ ഭാഗത്തേക്ക്. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ചോമ്പാല സർവീസ് സഹകരണ ബാങ്ക് ഒക്കെ വരുന്നതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഒരു അണ്ടർപാസ് ആണിത്. അണ്ടർപാസിൻ്റെ വർക്കും വളരെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ വശത്തൊക്കെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ടാറിങ് നമ്മൾ കണ്ട മുക്കാളി ടൗൺ ഭാഗത്തു നിന്നാണ്, ആ ഭാഗത്തു നിന്നാണ് വന്നത്. ആ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങളൊക്കെ സർവീസ് റോഡിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തൊന്ന് പോയി നോക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെയുള്ള അണ്ടർപാസിൽ ഒരിക്കലും ഇങ്ങനെ സെൻറ്റർ ഭാഗം വിടാറില്ല. ഇവിടെ എന്തോന്ന് അറിയില്ല, ഇങ്ങനെ ഗ്യാപ്പ് കാണുന്നുണ്ട്. ഒന്നിച്ച് വാർക്കാറാണുള്ളത്. ഇവിടെ അങ്ങനെ വിട്ട പോലെ തോന്നുന്നു, അവിടെ കാണുന്നുണ്ട്. അതെന്താ അങ്ങനെ ചെയ്തു അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു ക്രോസ് ആയിട്ടുള്ളൊരു അണ്ടർപാസാണ് വന്നിട്ടുള്ളത്. അതാണ് ഈ സൈഡിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച. ഈ സൈഡിലേക്ക് വരുമ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗം വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഈ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് വരാനുള്ളത്. അവിടെയൊക്കെ ചെയ്തു കഴിഞ്ഞു. സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്കുകൾ ഒരു താൽക്കാലിക ടാറിങ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും ടാറിങ് ഒക്കെ ചെയ്യാനുണ്ട്. ഇതിൻ്റെ മുകളിൽ ഡ്രെയിനേജിൻ്റെ മുകളിലൊക്കെ ടാറിങ് ഒക്കെ കഴിഞ്ഞ പോലെ കാണുന്നുണ്ട്. ആകെ മണ്ണും ചെളിയൊക്കെ ആയി കിടക്കുകയാണ്. പൊങ്ങിയും താഴ്ന്നൊക്കെയാണ് ടാറിങ്. അതുകൊണ്ട് വാഹനങ്ങൾ ചാടിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ വന്നിട്ടുള്ള അണ്ടർപാസ്. ഇതിങ്ങനെ ക്രോസ് ആയ രീതിയിലാണ്. അപ്പോൾ ഇനി നമുക്ക് മുൻവശത്തേക്ക് പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ നല്ല വർക്കുകൾ നടക്കുന്നുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് കൂടുതൽ വർക്കുകൾ നടക്കുന്നത്. മുക്കാളി ഭാഗത്തേന് നമ്മൾ കണ്ട അണ്ടർപാസ് കഴിഞ്ഞ് വന്ന് അതിൻ്റെ ആ ടൗൺ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് വലിയ മൺകൂന കാണാം. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിലേക്കാണ് ഇനി കൂടുതൽ വർക്കുകൾ ചെയ്യാനുള്ളത്. ഈ ഭാഗത്താണ് നമുക്ക് കാണാം വലിയൊരു കോൺക്രീറ്റ് വാള് വരുന്നുണ്ട്. കോൺക്രീറ്റ് വാള് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ഭാഗത്ത് കുന്നിടിച്ചാണ് ഇവിടെ റോഡ് കടന്നു പോകുന്നത്. അതിൻ്റെ ഭാഗത്ത് ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗം താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയ കോൺക്രീറ്റ് വാളാണ് കൊടുക്കുന്നത്. കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണങ്ങളൊക്കെ ഇതാ ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സർവീസ് റോഡാണ് ഈ കാണുന്നത്, അതിൻ്റെ വർക്ക്. അപ്പോൾ മുക്കാളി ചോമ്പാല ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടിരിക്കാൻ ഒരു വണ്ടി വേറെ കാണുന്നുണ്ട്. അടുത്ത് പോയി നോക്കാം കുറച്ചുകൂടെ. ഇവിടെയൊക്കെ നല്ല പൊടിയാണ്, പൊടിമണ്ണ്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് കണ്ടില്ലേ. വർക്ക് ലെവൽ ചെയ്ത ഭാഗത്താണ് അവർ ഇപ്പം മെറ്റൽ മിക്സും അതുപോലുള്ള എംസാൻഡ് പോലുള്ള പൊടിമണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അവിടെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ ഭാഗം ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും അപ്പുറത്തെ വാഹനങ്ങൾ പോകുന്ന ആ ഭാഗത്തെ റോഡ് വർക്ക് തുടങ്ങുക. ഇനി ആ സൈഡിൽ വലിയ ഭാഗങ്ങൾ സോയിലിലേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു കറക്റ്റായിട്ടില്ല. ആ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. അതുപോലെ ആ സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് പോലും ഇല്ല. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെയുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മണ്ണെടുത്ത് നീക്കിയത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ തുടങ്ങാനുണ്ട്. മറ്റുള്ള
വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഏതാണ് ഈ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച. മുക്കാളി ടൗൺ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുന്ന ഈ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ്. അപ്പം നിങ്ങൾ ഈ ഭാഗത്തുള്ള ആൾക്കാർ വീഡിയോ ഒക്കെ കാണുന്നവരൊന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരേക്കൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു താല്പര്യം തോന്നുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടീവായ മെസ്സേജൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഭാഗം വരെയാണ് കോൺക്രീറ്റ് വാൾ വരുന്നത്. അപ്പോൾ കോൺക്രീറ്റ് വാളൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, കഴിയാറായിട്ടുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ മുകളിലൊക്കെയാണ് ഇനി ബാക്കി ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഷീറ്റ് വർക്കൊക്കെ ചെയ്യുന്നത് കാണാം നമുക്ക്. ഇതിൻ്റെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് തുടക്കമിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലാണ് ഞാൻ പറഞ്ഞത് സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഭാഗത്തൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർക്കൊക്കെ ചെയ്തത് പൊട്ടിപ്പോയത് ഇനി അവിടെ വീണ്ടെടുക്കുക പറഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും. എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യാമെന്നറിയില്ല. ആ സൈഡിൽ സർവീസ് റോഡും വരാനുണ്ട്. അപ്പോൾ അവിടുന്ന് വലിയ വീടുകളൊക്കെ ഉണ്ട് അതിൻ്റെ മുകൾ വശത്ത്. അവിടെ എന്താണ് ചെയ്യാമെന്ന് നമുക്ക് ഇനി വരും സമയങ്ങളിലൊക്കെ അറിയാൻ പറ്റുള്ളൂ. വർക്കുകൾ എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് അറിയുമ്പോൾ ആ ഭാഗത്താണ് പൊട്ടി വീണത്. അത്രയും ഭാഗങ്ങൾ സോയിൽ ലൈനിങ് ഒക്കെ ചെയ്ത ഭാഗങ്ങൾ പൊട്ടി വീണിട്ടുണ്ട്. അതിൻ്റെ ശേഷമാവും ഇത്രയും വലിയ രീതിയിലുള്ള കോൺക്രീറ്റ് വാള് ഇവിടെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ മുക്കാളി ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന്. അപ്പോൾ ഞാൻ കണ്ണൂക്കര ഭാഗത്ത് എത്തിയിട്ടുണ്ട്. കണ്ണൂക്കര ഭാഗത്ത് വരുന്ന അണ്ടർപാസിൻ്റെ മുൻവശത്തുള്ള ഭാഗങ്ങൾ ഇതാണ്. ഈ അണ്ടർപാസിൻ്റെ ഹൈറ്റിലേക്ക് ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഭാഗത്ത് ഫൗണ്ടേഷൻ്റെ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് എടുത്ത് മാറ്റിയിട്ടുള്ളൂ. കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഫൗണ്ടേഷൻ്റെ വർക്ക് കോൺക്രീറ്റ് ചെയ്ത വർക്കുകളൊക്കെ കാണാം. ഇനി ഈ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ഫൗണ്ടേഷൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ കണ്ണൂക്കര ഭാഗത്ത് വന്നിട്ടുള്ള അണ്ടർപാസ്. ഇതാണ് ഈ ഭാഗത്തൊക്കെയാണ് ഇനി മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുള്ളത്. അപ്പോൾ നമുക്ക് അണ്ടർപാസിൻ്റെ താഴ്വശത്ത് കൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി നോക്കാം ആ ഭാഗത്ത് എന്താണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ഇനി ക്രഷ് ബാരിയറിൻ്റെ വർക്കുകളാണ് ചെയ്യാനുള്ളത്. അണ്ടർപാസ് നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ് കാണാം. ഇവിടെ താഴ്വശത്തൊന്നും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ മെറ്റലും മണ്ണൊക്കെ ആയിട്ട് കിടക്കുകയാണ്. താഴ്വശത്തൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന ആ സമയത്ത് കണ്ട പോലെ തന്നെയാണ്. ഇതാണ് ഈ സൈഡിലേക്ക് വരുമ്പോൾ സർവീസ് റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ എല്ലാം പോകുന്നത്. കണ്ണൂക്കര ഭാഗത്ത് എന്നിട്ടുള്ള ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്ത് കൂടി കഴിഞ്ഞാൽ കാണാൻ ആൾ കുറവാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള മറ്റു ഭാഗത്തേക്കുള്ള വീഡിയോകളൊക്കെ അടുത്തൊരു വീഡിയോ കാഴ്ചകളിൽ കാണിക്കാം, അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ തെറ്റി പോയതാണ്, സോറി. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.